അന്ന് ലഫ്റ്റനൻറ്റ് ജനറൽ ഹർബക്ഷ സിംഗ് ആയിരുന്നു പശ്ചിമ മേഖലയുടെ കമാൻഡൻറ്റ്. നമ്മുടെ എയർ ചീഫ് മാർഷൽ അർജൻ സിംഗ് ആയിരുന്നു വ്യോമസേനാ മേധാവി. ഈ രണ്ട് സർദാർജിമാരും കൂടി ശാസ്ത്രിയെ കണ്ടു പറഞ്ഞു, കാശ്മീർ പിടിച്ചുകൊണ്ടായിരിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, നമ്മൾ പഞ്ചാബിലും രാജസ്ഥാനിലും പുതിയ പോർമുഖങ്ങൾ തുറക്കണം. ശാസ്ത്രി പാവം, അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ ലോ എന്ന് അറിയില്ല. പുള്ളി പറഞ്ഞു വെച്ചോ വെടി എന്നാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യമായതാണ്. അതിനെക്കുറിച്ച് പിന്നീട് ഈ സർദാർജിമാർ തന്നെ പറഞ്ഞത് ടോളസ്റ്റ് ഓർഡർ ഫ്രം ദി ഷോർട്ടസ്റ്റ് മാൻ എന്നാണ്. അവരുപോലും അദ്ദേഹത്തെ ഏതാണ്ട് ട്രോളി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇന്ദിരാഗാന്ധിയുമായിട്ടുണ്ടായ യുദ്ധമാണ്. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് അന്ന് യാഹ്യ ഖാനാണ് പട്ടാള മേധാവി, അദ്ദേഹം തന്നെയാണ് ഭരണകർത്താവ്. ഭയങ്കരമായ യുദ്ധമുണ്ടായി. അന്ന് പാകിസ്ഥാൻ്റെ പകുതി നഷ്ടപ്പെട്ടു. പകുതി പോയിട്ട് പാകിസ്ഥാൻ്റെ ഗുണ്ടായുസത്തിന് ആ ഒരു കുറവ് സംഭവിച്ചില്ല. ദൈനംദിന അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കുക, പല വിധത്തിലുള്ള വൈതരണികൾ സൃഷ്ടിക്കുക, ഇത് മാത്രമായിരുന്നു അവരുടെ ഒരേ ഒരു അവതാര ലക്ഷ്യം. ഇപ്പോഴും അത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.